ഹായ്ഡാ, വെൽക്കം ബാക്ക്. എന്നമ്മടാ നമ്മുടെ ഒരു സന്തോഷ വാർത്ത. ലാസ്റ്റ് എലമെന്റ് ആണ് എലമെന്റ് 4. എലമെന്റ് 1, എലമെന്റ് 2, എലമെന്റ് 3, എലമെന്റ് 4. എലമെന്റ് 4 നമ്മൾ ഫസ്റ്റ് നമ്മളെ രണ്ടാമത്തെ സെക്കൻഡ് എലമെന്റ് നമ്മൾ പറഞ്ഞില്ലേ, കീ എലമെന്റ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. പോളിസി അതിൽ തന്നെ കവർ ചെയ്തു. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആൻഡ് അസൈനിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അതിൽ നമ്മൾ കുറെ പ്ലാൻ ചെയ്യേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും റിസ്ക് അസസ്മെന്റും PTW ഒക്കെ ലാസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു. ഇംപ്ലിമെന്റ് ചെയ്ത സാധനത്തിന് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത സാധനത്തിന് ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ് എടുക്കണം. അതിനെ പിന്നെ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റിലേക്ക് പോകണം, ഓഡിറ്റിംഗ് ചെയ്യണം. ഈ എല്ലാ സാധനം കൂടെ നിരത്തിപ്പിറക്കി വെച്ചിട്ടുള്ള എലമെന്റ് ആണ് എലമെന്റ് 4 കേട്ടോ. അപ്പൊ ഇതിൽ മോണിറ്ററിംഗ് ആൻഡ് മെഷറിംഗ് ആണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോണിറ്ററിംഗ് ആൻഡ് മെഷറിംഗ്. എങ്ങനെയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക അഥവാ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും, അതിന്റെ പെർഫോമൻസിനെ എങ്ങനെ മെഷർ ചെയ്യാം. ആകെപ്പാടെ 4 യൂണിറ്റ് ഉള്ളോ. അതിൽ 2 യൂണിറ്റ് വളരെ കുഞ്ഞാണ്, വളരെ ചെറുതാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് ആണ് എന്ത്? ഫസ്റ്റ് യൂണിറ്റ് ആണ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മോണിറ്ററിംഗ്. ഓക്കെ, അപ്പോ നോക്കടാ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് മെഷറിംഗ്. ഇതിലാകെ 4 യൂണിറ്റ് ആണ് മുത്ത വരുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ആണ് എന്ത്? മോണിറ്ററിംഗ്. എന്ത് മോണിറ്ററിംഗ്? ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മോണിറ്ററിംഗ്. മനസ്സിലായ? രണ്ടാമത്തെ യൂണിറ്റ് ആണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ, ആക്സിഡന്റ് റിപ്പോർട്ടിംഗ്, ആക്സിഡന്റ് റെക്കോർഡിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുക. തേർഡ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത് സേഫ്റ്റി ഓഡിറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് യൂണിറ്റിലോ 2 പേജുള്ള യൂണിറ്റ് ആണ് റിവ്യൂ ഓഫ് സേഫ്റ്റി പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞ കീ എലമെന്റ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കവർ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മോണിറ്ററിംഗ്. എന്താണ്? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കേട്ടാ, ഒന്നാമത്തെ കാര്യം കേട്ടാ, ലാസ്റ്റ് എലമെന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വാടിക്കൊഴയരുന്നിട്ട് ചാടി നിൽക്കണോട്ടാ. ഫുൾ പവർഫുൾ ആണ് കേട്ടാ. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റ് ആണ് എന്ത്? ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മോണിറ്ററിംഗ്. നമുക്ക് നോക്കാം. മോണിറ്ററിംഗ് 2 ടൈപ്പ് ഉണ്ട് അല്ലെ. മോണിറ്ററിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്താണ്? ആക്റ്റീവ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? റിയാക്റ്റീവ്. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ഓക്കെ, ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ആണ്. ബിഫോർ ഹാപ്പനിങ് ആക്സിഡൻസ് ആൻഡ് ഇൽ ഹെൽത്ത് ഓർ എനി കൈൻഡ് ഓഫ് ഇൻസിഡൻസ് വി മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സ്ഡ്. വളരെ കൃത്യമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് എല്ലാ കൺട്രോൾ മെഷേഴ്സും എടുത്ത് ആക്സിഡന്റ് വരാതിരിക്കാൻ നോക്കണ പരിപാടിയാണ് എന്ത്? ആക്റ്റീവ് മോണിറ്ററിംഗ്. അപ്പൊ ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ ബിഫോർ ആണ്, ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പാണ്. റിയാക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. പണ്ട് നമ്മൾ പിന്നെ ഇവിടെ പോകില്ലടാ, ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ പോകും. എന്നിട്ട് തൊപ്പിട്ട് വരും. എന്നിട്ട് പാടത്ത് വന്നിരുന്നിട്ട് ആദ്യ കഴിയും കൊടുത്തത്, നീ ആ ക്യാച്ച് വിട്ടായിരുന്നു ഫസ്റ്റ് ഓവർ തന്നെ. എന്നിട്ട് അവൻ 50 അടിച്ച്. അതായിരുന്നു തോറ്റത്. മര്യാദക്ക് നിനക്ക് ആ ലാസ്റ്റ് ബോൾ സിംഗിൾ എടുക്കാൻ ജയിച്ചാനായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അടുത്ത മാച്ച് പോയി പൊട്ടും, അത് വേറെ കാര്യം. അതാണ് റിയാക്റ്റീവ് മോണിറ്ററിംഗ്. അതായത് ആഫ്റ്റർ ഹാപ്പനിങ് ആക്സിഡന്റ് പരിപാടി കഴിഞ്ഞു, കംപ്ലീറ്റ് കയ്യിന്ന് പോയി. ഇനി അതിൽ എന്തായിരുന്നു പ്രശ്നം എന്ന് കണ്ടെത്തി ഇനി അത് വരാതിരിക്കാനുള്ള പണി നോക്കലാണ് റിയാക്റ്റീവ് മോണിറ്ററിംഗ്. അപ്പൊ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ഹാപ്പനിങ് ആക്സിഡന്റ് ടേക്ക് ഓൾ ദ കൺട്രോൾ മെഷർ ടു പ്രിവെന്റ് ദ റിക്കറൻസ്. രണ്ടാമത് സംഭവിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇനി എല്ലാ കൺട്രോൾ മെഷേഴ്സ് എടുക്കലാണ് റിയാക്റ്റീവ്. അപ്പൊ സംഭവം മനസ്സിലായല്ല? കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന്റെ എക്സ്പാൻഷൻ ഉള്ളോ ഈ യൂണിറ്റിന്റെ. ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഹാപ്പനിങ് ആക്സിഡന്റ് ടേക്കിംഗ് ഓൾ കൺട്രോൾ മെഷർ ടു എൻഷുർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ്. റിയാക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ ആഫ്റ്റർ ഹാപ്പനിങ് ആക്സിഡന്റ് ടേക്ക് ഓൾ ദ മെഷേഴ്സ് ടു പ്രിവെന്റ് ദ ആക്സിഡന്റ് റിക്കറൻസ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമ്മള് ആക്റ്റീവ് മോണിറ്ററിങ്ങിനെ പറ്റി കുറച്ച് വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സംസാരിക്കാൻ പോവാണ്. ആക്റ്റീവ് മോണിറ്ററിംഗ്. ഓക്കെ, ആക്റ്റീവ് മോണിറ്ററിംഗ് യഥാർത്ഥത്തിൽ നോർമലി അതൊരു ലൈൻ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്.
എങ്കിലും സീനിയർ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, അതിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കണം, ഫംഗ്ഷൻസിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ആക്റ്റീവ് മോണിറ്ററിങ്ങിന്റെ മറ്റൊരു പേര് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. എന്താണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്? ഓക്കെ, അതിൽ പറഞ്ഞ പ്രത്യേകം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തെല്ലാം കൺട്രോൾ മെഷർ എടുക്കും അതൊക്കെ ആക്റ്റീവ് മോണിറ്ററിംഗിന്റെ അണ്ടറിൽ പെടൂട. അപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ നമുക്ക് 3 ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡുകളാണ് നമുക്ക് പറയുന്നത്. 3 ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡുകളാണ് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്താണ്? മറ്റൊന്നുമല്ല, വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻ. വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻ നിങ്ങളിപ്പോൾ IG2 പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ട് ചെയ്തില്ല, അത് തന്നെയാണ് ഇൻസ്പെക്ഷൻ. ഇവിടെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്പ് ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല. ഒന്നാമത്തെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലീഗലിന്റെ മറ്റൊരു പേരാണ് കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ലീഗലിന്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റ്യൂട്ടറി. നിയമം മൂലം നിർബന്ധമാണ് ഈ ഇൻസ്പെക്ഷൻ. ലിഫ്റ്റ് എക്യുപ്മെന്റ്സ് അതുപോലുള്ള പല ടൈപ്പ് എക്യുപ്മെന്റ്സുകൾ നിയമം മൂലം നിർബന്ധമായിട്ടുള്ളതുണ്ട്. എല്ലാ വർഷവും ഫയർ ഡ്രിൽ നടത്തണം, നിർബന്ധമാണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സിലുള്ള ഇൻസ്പെക്ഷൻ. രണ്ടാമത്തെ ഒരു ഇൻസ്പെക്ഷൻ ആണ് എന്ത്? നമ്മുടെ പീരിയോഡിക് ഇൻസ്പെക്ഷൻ. പീരിയോഡിക് നമ്മളെ വണ്ടി സർവീസ് ചെയ്ത്, ഓക്കെ, 90,000 കിലോമീറ്റർ സർവീസ് ചെയ്ത്, ഇനി പറയുന്നത് 10,000 കിലോമീറ്ററോ 1 വർഷമോ ഏതാണോ ഫസ്റ്റ് വരുന്നത് അത്. അപ്പൊ നിങ്ങൾ ഓടിച്ചില്ല, ഗൾഫിൽ പോയി, വണ്ടി ഇട്ടിട്ട് എന്ത് ചെയ്ത് പോർച്ചിലിട്ട് മൂടി ഗൾഫിൽ പോയി, 1 കൊല്ലം കഴിഞ്ഞ് വന്നാലും എന്ത് ചെയ്യണം? പോയി സർവീസ് ചെയ്യണം. 10,000 കിലോമീറ്റർ ഓടാണ്ട് തന്നെ സർവീസ് ചെയ്യണം. കാരണം പീരിയോഡിക് എത്തി. അതിനെ പ്ലാൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്നും കൂടെ പറയും. ഓക്കെ, പീരിയോഡിക് ഇൻസ്പെക്ഷൻ. മൂന്നാമത്തെ ഇൻസ്പെക്ഷൻ ആണ് എന്ത്? റൊട്ടീൻ ഇൻസ്പെക്ഷൻ. റൊട്ടീനായിട്ട് ഒരു റൊട്ടീൻ ബേസിൽ നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, റൊട്ടീൻ അല്ലേ? അതുപോലെ ഏതൊരു എക്യുപ്മെന്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യണം, അതിനെ റൊട്ടീനായിട്ട് സ്ഥിരമായിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ആണ് പ്രീ യൂസ് ചെക്സ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യൂല, നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ബോണറ്റ് തുറന്ന് നോക്കുന്നു, അതിന്റെ ഓയിലും ഫ്ലൂയിഡ്സും ഗ്യാസും ഒക്കെ നോക്കുന്നു. ഇതുപോലെ എന്താ പറയാ, പിന്നെന്താ പറയാ, ഒരു ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യണം, വെൽഡിങ് മെഷീൻ, വെൽഡറോ ഒക്കെ അവരുടെ വയറ്, അതിന്റെ സോക്കറ്റ്സ്, അതിന്റെ ഷീത്ത് എല്ലാം ഒന്ന് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നൊക്കെ. ഓക്കെ അല്ലേ? പണി സാധനങ്ങളൊക്കെ റെഡി അല്ലേ രാജാവേ എന്ന് പറയുന്ന മാതിരി പ്രീ യൂസ് ചെക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇൻസ്പെക്ഷൻ. അപ്പൊ ഇൻസ്പെക്ഷൻ എന്നുള്ളത് ഒരു 100% ബിഫോർ ഹാപ്പനിങ് ആക്സിഡന്റ് ആണ് അല്ലെ? ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡാണ്. സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ, പീരിയോഡിക് ഇൻസ്പെക്ഷൻ, റൊട്ടീൻ ഇൻസ്പെക്ഷൻ, പ്രീ യൂസ് ചെക്ക്. ഇതാണ് ഒന്നാമത്തെ ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ് എങ്കിൽ രണ്ടാമത്തെ ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സേഫ്റ്റി സാമ്പിളിംഗ് ആണ്. സാമ്പിൾ പരിശോധിക്കും. ഈ വാക്കം ഏറ്റവും കൂടുതൽ കേട്ടത് കൊറോണ സമയത്താണ്. സാമ്പിൾ ടെസ്റ്റുകൾ നടത്തിയില്ല, സാമ്പിൾ കൊറോണ ടെസ്റ്റുകൾ നടത്തി. സാമ്പിളിങ്ങിൽ ഇത്ര പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു, ഇത്ര ശതമാനം ഈ ജില്ലയിൽ കൊറോണ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500-4,000 കൂട്ടിയിട്ടിരിക്കണ്, അതിലൊരു 10-15 അവിടെ നിന്ന് എടുത്ത് കുലുക്കി നോക്കണ്, പോതാണോ നോക്കണ്, മണ്ടരി പിടിച്ചിട്ടുണ്ടോ ഇല്ലേ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 15 എണ്ണത്തിൽ 12 എണ്ണവും നല്ലതാണെങ്കിൽ അത്ര പെർസെൻറ്റേജ് നമ്മൾ 350 എണ്ണത്തിന് ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ. നമ്മളിപ്പോ സാമ്പിളിങ്ങിന് എനിക്ക് എപ്പോഴും എക്സാമ്പിൾ വരാറുള്ളതേ, നല്ല വിശക്കുന്ന സമയത്ത്, നല്ല വിശപ്പൊക്കെ ഉള്ള ടൈമിൽ സ്വസ്ഥമാണ് മിഠായി തെരുവിൽ പോയിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യുക, കോഴിക്കോട് മിഠായി തെരുവിൽ പോവുക. എന്നിട്ട് നേരെ കയറി അലുവക്കടയിൽ കയറിയിട്ട് ഇതിനെന്തുവല്ല മോനെ നോക്ക്, കഴിച്ചു നോക്ക്, വെട്ടി അങ്ങോട്ട് ഇട്ട് തരും കേട്ടാ. ചക്ക വെട്ടിയിട്ട് തരുന്നവര് അലുവ അങ്ങോട്ട് തീറ്റിക്കും. വേടിച്ചില്ലെങ്കിൽ അവരൊന്നും പറയൂല. അത് സാമ്പിൾ. കോക്കനട്ട് നോക്കട്ടെ, അത് നോക്കി. മറ്റേ നോക്കട്ടെ, മറിച്ച് ഈ മറ്റേ ഇതുണ്ടല്ലോ, മുളകിന്റെ അലുവുണ്ടല്ലേ, അത് നോക്കട്ടെ. അത് കഴിഞ്ഞ് എരിയുമ്പോ മറ്റേ ചൊമ്പലു കഴിക്കുക. ഇങ്ങനെയൊക്കെ കഴിച്ച് കാശില്ലെങ്കിലും ഇറങ്ങിപ്പോവാ. ശരിക്കും സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഗതികളിൽ നിന്ന്, ഓക്കെ, ഫ്രം എ ലാർജ് നമ്പർ വി ആർ ടേക്കിംഗ് എന്താ പറയുക, റാൻഡം ആയിട്ട് സാമ്പിൾസ് എടുക്കും. വി കളക്ട് ദ സാമ്പിൾസ് ഇൻ എ റാൻഡം ലെവൽ. അവിടെ നിന്നൊക്കെ എടുക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ടോട്ടൽ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ്സിന് നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500 ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് അവിടെ ഇവിടെ കൈ കിടപ്പുണ്ട്. അതിനൊരു 75 എണ്ണം ഇങ്ങടോടി പല സ്ഥലത്തുനിന്ന് എടുത്ത് നേരെ കൊണ്ടെന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കും.
ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 75 എണ്ണത്തിൽ 70 പക്ക ഓക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ഈ ടോട്ടാലിറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പൈസ ചെലവ് കുറവാണ്, ടൈമും കുറച്ച് മതിയിടാ, ടൈമും കുറച്ച്, എന്നാൽ ഏകദേശം ഒരു ആവറേജ് കാൽക്കുലേഷൻ കിട്ടും. ഏതുപോലെയാണ് പണ്ട് നമ്മളെ ഈ ഡിഗ്രിക്കും പ്ലസ് ടുവിനും പിന്നെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ഉണ്ടല്ലോ, നമ്മളെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമർ എല്ലാ റെക്കോർഡ് നോക്കൂല, ഏതെങ്കിലും 2-3 സാമ്പിളായിട്ട് എടുക്കുള്ളൂ, എന്നിട്ടാണ് അതിനെ വാല്യൂ ചെയ്യണേ. മനസ്സിലായില്ലേ? അപ്പൊ സാമ്പിൾസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യണേ, അതിന്റെ ടോട്ടൽ എഫക്റ്റീവ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് സേഫ്റ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സേഫ്റ്റി സാമ്പിളിങ്ങിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കം ടു നോ ദാറ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ സേഫ്റ്റി, അല്ലെ, ഓർഗനൈസേഷന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസിന്റെ ലെവൽ എത്ര നമുക്ക് മനസ്സിലാവും. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാ വർഷവും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജേഴ്സും മാനേജ്മെന്റ് ലൈൻ മാനേജ്മെന്റ് സ്റ്റാഫിനെയൊക്കെ കൊണ്ട് ഊട്ടി, മൂന്നാർ, ഇടുക്കി, അതുമാതിരി തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഗോവ ഒക്കെ പോയി അടിച്ചു പൊളിച്ച് ടിസ്റ്റ് അടിച്ചു വരും. അതല്ല സേഫ്റ്റി ടൂർ. സേഫ്റ്റി ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റും സേഫ്റ്റി ടീമും ബാക്കിയുള്ള ആളുകളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട്, ആരും അറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് വരും. ഒരു മിന്നൽ പരിശോധനയുടെ പേരാണ്. ആ സമയത്ത് കാണാൻ ഒരുത്തൻ ഒരു ഗുളിക എടുത്തിട്ട് വായലിടുന്നു, വേറെന്തെങ്കിലും ചെയ്യുന്നു, വേറെന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കുന്നു, കുപ്പി എടുത്തിട്ട് അടിക്കുന്നു, വേറെന്തെങ്കിലും സിഗരറ്റ് കത്തിക്കുന്നു, ഇതുപോലെ അൺവാണ്ടഡ് ഡ്രഗ്സ് പോളിസിനെ മറികടന്നുള്ള പരിപാടികൾ ചെയ്യുന്നു. വേറൊരുത്തൻ എന്ത് ചെയ്യുന്നു, നേരെ തലയിൽ വെച്ച ഹാർഡ് ഹാറ്റ് എടുത്ത് നിലത്ത് വെച്ച് സേഫ്റ്റി ഗ്ലൗ ഒക്കെ മാറ്റിയിട്ട് പാച്ചത്തെറി സേഫ്റ്റി മാനേജറെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോണ്ട് സേഫ്റ്റി മാനേജർ ഇങ്ങനെ ചിരിച്ചുകള്. അപ്പോൾ പരിപാടി തീരും. ദാറ്റ് മീൻസ് ഒരാളുടെ തനി സ്വഭാവം അറിയാൻ പറ്റുന്ന സമയമാണ് എന്ത്, സേഫ്റ്റി ടൂർ എന്ന് പറയണേ. മനസ്സിലാവണ്ട? ഇത് പണ്ട് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോഴുണ്ട്, പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ കയറി വരും. പക്ഷെ അന്ന് കണ്ണീച്ചോറുള്ള ഒരു ടീച്ചറാണെങ്കിൽ നമ്മളോട് പറയും, നിങ്ങൾ എവിടെയൊക്കെ തുണ്ട് പേപ്പർ വെച്ചിട്ടുണ്ട്, എടുത്ത് മാറ്റിക്കോട്ടാ, എടുത്ത് മാറ്റിക്കോ, ഇന്ന് മറ്റാൾ വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോൾ ഒട്ടും ഭയങ്കര പേടിയുള്ളവരൊക്കെ എടുത്ത് മാറ്റും. അന്നും പുലികൾ, ധീരന്മാർ അതങ്ങനെ തന്നെ വെച്ചിരുന്നു. എന്തായാലും സേഫ്റ്റി ടൂർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ടൂർ ഈസ് ആൻ അൺഎക്സ്പെക്ടഡ് വാക്ക് അറൌണ്ട് ദ ബിൽഡിംഗ് ഇൻ ഓർഡർ ടു ഐഡന്റിഫൈങ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ബീങ് പെർഫോംഡ് ബൈ ദ ഹോൾ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ സേഫ്റ്റി മാനേജേഴ്സ്, സേഫ്റ്റി പീപ്പിൾ ആസ് വെൽ ആസ് മാനേജ്മെന്റ്. ഇവരെല്ലാം കൂടെ ചേർന്ന് നല്ല സേഫ്റ്റിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള മാനേജ്മെന്റ് സേഫ്റ്റി ടൂർസ് ഒക്കെ നടത്തും. ഓക്കെ, സോ ഫൈൻ. നമുക്ക് പറയാം ട്രെയിനിങ്ങും പിന്നെ റിസ്ക് അസസ്മെന്റ് ഒക്കെ ഒരു ആക്റ്റീവ് മോണിറ്ററിംഗ് മെഷർ അല്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അതൊരു ആക്റ്റീവ് മോണിറ്ററിംഗ് മെഷർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ഏരിയകൾ അതിൽ ആക്റ്റീവ് മോണിറ്ററിംഗ് മെഷർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇൻ ഷോർട്ട് ഇത്ര നമുക്ക് പറയാം അല്ലെ. ഇൻസ്പെക്ഷൻ ഒരു ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡാണ്, സേഫ്റ്റി സാമ്പിളിംഗ് ഒരു ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡാണ്, സേഫ്റ്റി ടൂർ ഒരു ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ്. ബിക്കോസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബിഫോർ ഹാപ്പനിങ് ആക്സിഡന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടേക്കിംഗ് ഓൾ ദ കൺട്രോൾ മെഷേഴ്സ് to prevent the accidents. ആക്സിഡൻസിനെ കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ ഈ ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഹലോ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, എടാ ഉറങ്ങല്ലേട്ടാ. ഒരു ഓർഗനൈസേഷൻ ഒരു ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ് എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം അറേഞ്ച്മെന്റുകൾ സെറ്റാക്കണം. ഒന്നാമത്തെ അറേഞ്ച്മെന്റ് ഏത് ടൈപ്പ് മെത്തേഡ് ആണെന്നുള്ളത് ഫൈനലൈസ് ചെയ്യണം. ടൈപ്പ് ഓഫ് ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ് ഏത് ടൈപ്പാണ്? ഇൻസ്പെക്ഷൻ ആണോ, സാമ്പിളിംഗ് ആണോ, ടൂർ ആണോ? ഇൻസ്പെക്ഷൻ ആണെങ്കിൽ തന്നെ അതിൽ റൊട്ടീൻ ആണോ, പീരിയോഡിക് ആണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, പ്രീയൂസ് ആണോ? ടൈപ്പ് നോക്കണം. ടൈപ്പ് മാത്രം നോക്കിയാൽ മതിയാ? ഒരിക്കലും പോരാ. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടാ, കമോൺ ശ്രദ്ധിക്കുക. ഒരു ഓർഗനൈസേഷനിൽ ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ട അറേഞ്ച്മെന്റ്, എന്തെല്ലാം സംവിധാനങ്ങൾ വേണമെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന് ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ, ഏത് ടൈപ്പ് ഓഫ് മോണിറ്ററിംഗ് ആണ് വേണ്ടത്, ആക്റ്റീവ് മോണിറ്ററിംഗ് ആണ് വേണ്ടതെന്ന് ആദ്യം നമ്മൾ ഫൈനലൈസ് ചെയ്യണം. ചിലയിടത്ത് പീരിയോഡിക് മതിയാവും, ചിലയിടത്ത് സ്റ്റാറ്റ്യൂട്ടറി ആയിരിക്കും ആവശ്യം, ചിലയിടത്ത് പിന്നെ റൊട്ടീൻ ആയിരിക്കും, അങ്ങനെ പലതും. ചിലയിടത്ത് സാമ്പിളിംഗ് ആയിരിക്കും, ചിലയിടത്ത് ടൂർ ആയിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് സെറ്റ് ആക്കണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് ഫ്രീക്വൻസി ഓഫ് ഇൻസ്പെക്ഷൻസ്, ഫ്രീക്വൻസി ഓഫ് മോണിറ്ററിംഗ്. എത്ര തവണ മോണിറ്റർ ചെയ്യണം എന്നുള്ളത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണ്.
ഫ്രീക്വൻസി ഓഫ് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ എത്ര തവണ ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര തവണ മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ എത്ര തവണ സാമ്പിൾ ചെയ്യണം, എത്ര തവണ ടൂർ നടത്തണം എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിരിക്കും എന്ന് ഞാൻ ചോദിക്കണം. എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിരിക്കും എന്നറിയോ? എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? അവിടെയുള്ള പിന്നെ എന്താ പറയാ, നമ്മൾ പറയില്ല, പല റീസൺസിനെ ബേസ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് മാനുഫാക്ചേഴ്സ് നമ്മളോട് പറയുന്നു, മാനുഫാക്ചേഴ്സ് റെക്കമെൻഡേഷൻ, ഈ സാധനം എല്ലാ മാസവും ഇൻസ്പെക്ട് ചെയ്യണം, ഈ സാധനം എല്ലാ 6 monthsലും ഇൻസ്പെക്ട് ചെയ്യണം, ഈ സാധനം എല്ലാ വർഷവും ചെയ്യണം. അപ്പൊ മാനുഫാക്ചേഴ്സ് റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ നമ്മളോട് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റിൽ പറയുന്നു, ലീഗലി നമ്മളോട് പറയുന്നു ഇത് ഇത്ര തവണ ഇൻസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി നമ്മളോട് പറയാണ്, എൻഫോഴ്സ്മെന്റ് ടീം നമ്മളോട് പറയാണ് ഇതിങ്ങനെ ഇത്ര ഫ്രീക്വൻസിയിൽ ഇത് ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങളുടെ മൊത്തം പെഡസ്ട്രിയൻസ് ആൻഡ് മറ്റേ നമ്മളുടെ പാത്ത് വേസ് ഇത്ര തവണ ഇൻസ്പെക്ട് ചെയ്യണം, മോണിറ്റർ ചെയ്യണമെന്ന് ആര് പറഞ്ഞു? എൻഫോഴ്സ്മെന്റ് ടീം പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ ഫ്രീക്വൻസി ഓഫ് ഇൻസ്പെക്ഷനെ ബാധിക്കുന്ന മറ്റൊരു സാധനമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്സിഡന്റ് ഹിസ്റ്ററി. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ലാത്തൊരു കളിയില്ല അല്ലെ. ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്തുണ്ട്? റിസ്കിന്റെ ലെവൽ അനുസരിച്ചിട്ട്. പിന്നെ റിസ്ക് അസസ്മെന്റ് സജസ്റ്റ് ചെയ്യും, ഇത് ഇത്ര തവണ മോണിറ്റർ ചെയ്യണമെന്ന് റിസ്ക് അസസ്മെന്റ് സജസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഫൈൻഡിങ്സ്. എന്തിന്റെ ഫൈൻഡിങ്സ്? ഫ്രം പ്രീവിയസ് സാമ്പിളിങ്ങിന്റെയോ പ്രീവിയസ് ഇൻസ്പെക്ഷന്റെയോ പ്രീവിയസ് മോണിറ്ററിങ്ങിന്റെ ഒക്കെ ഫൈൻഡിങ്സിൽ പറയുന്നു എന്ത്? ഇതെന്ത് ചെയ്യണം? ഇത്ര തവണ മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ പ്രസൻസ് ഓഫ് വൾണറബിൾ പീപ്പിൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് ഇൻസ്പെക്ഷന്റെയും മോണിറ്ററിന്റെയും എണ്ണത്തെ കൂട്ടിക്കൊണ്ടിരിക്കും. ഉറപ്പായിട്ടും കൂട്ടും, കാരണം റിസ്ക് കൂടുതലടാ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഒരു മോണിറ്ററിങ് എത്ര തവണ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തവണ, എത്ര പ്രാവശ്യം, ഹൗ ഓഫൺ, എത്ര പ്രാവശ്യം ഇൻസ്പെക്ട് ചെയ്യണം തീരുമാനിക്കുന്നത് എന്താണ്? ഈ കാര്യങ്ങളാണ്. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ആദ്യത്തെ എന്താണ്? ആക്റ്റീവ് മോണിറ്ററിംഗിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ അറേഞ്ച്മെന്റ് ഏത് ടൈപ്പ് മോണിറ്ററിംഗ് ആണ്, പിന്നെ എത്ര തവണ മോണിറ്റർ ചെയ്യണം, അതിന് ഈ ഫാക്ടേഴ്സിനെല്ലാം പരിഗണിക്കണം കേട്ടോ. ഈ ഫാക്ടേഴ്സിനൊക്കെ പരിഗണിക്കണം. പിന്നെ എന്തൊക്കെയാണ്? അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഇത്ര തവണ വേണം എന്നൊക്കെ തീരുമാനിച്ചു എങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്, എന്നാൽ ആ ഡിപ്പാർട്ട്മെന്റിന് എന്താണ്? അലോക്കേറ്റ് ചെയ്യണം. എന്ത് അലോക്കേറ്റ് ചെയ്യണം? റെസ്പോൺസിബിലിറ്റി. എന്ത് റെസ്പോൺസിബിലിറ്റി? മോണിറ്ററിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി അലോക്കേറ്റ് ചെയ്യണം. മോണിറ്റർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അതാത് ഡിപ്പാർട്ട്മെന്റിന് അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ അവർ അവിടുത്തെ അറേഞ്ച്മെന്റുകൾ സെറ്റ് ആക്കണം. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എന്താ പറയാ, ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ആളെ ചൂസ് ചെയ്യണം. ചെയ്യാന്ന് വെച്ചാൽ അയാളുടെ കോമ്പിറ്റൻസിനെയും ഒബ്ജക്ടിവിറ്റിനെയും പ്രത്യേകം നോക്കണം. ആള് വെറും ഒരു മണ്ടനല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കോമ്പിറ്റൻസി ആൻഡ് ഒബ്ജക്ടിവിറ്റി. കോമ്പിറ്റൻസി എന്ന് വെച്ചാൽ അറിയാലോ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നോളേജ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ് ആൻഡ് ഓൾ അതർ എബിലിറ്റീസ്. അയാൾക്കുള്ള എല്ലാ എബിലിറ്റീസും എല്ലാം കൂടെ പണ്ടാറടക്കിയ സാധനമാണ് കോമ്പിറ്റൻസി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒബ്ജക്ടിവിറ്റി നമ്മളെ കൊടുക്കണതാവരുത്, ഇമ്പാർഷ്യൽ ആയിരിക്കണം, പാർഷ്യൽ ആവരുത്. എന്ത് ചെയ്താലും കുറ്റം അങ്ങനെയല്ല, പാർഷ്യൽ ആവരുത്, ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്ട് ലക്ഷ്യബോധമുള്ള ആളായിരിക്കണം അയാൾ. കോമ്പിറ്റൻസി ആൻഡ് ഒബ്ജക്ട്. പിന്നെ അയാൾക്ക് കൊടുക്കാനുള്ള ചെക്ക് ലിസ്റ്റ് നമ്മൾ റെഡിയാക്കി വെക്കണം. എന്ത് ചെക്ക് ലിസ്റ്റ്? ഉദാഹരണം വർക്ക് അറ്റ് ഹൈറ്റ് ആണ് നമ്മൾ കൊടുത്ത ഏരിയ എങ്കിൽ വർക്ക് അറ്റ് ഹൈറ്റിലെ സ്കെഫോൾഡിങ്ങിന്റെ സ്ട്രെങ്ത്, ലെവൽ ഗ്രൗണ്ട്, അതിന്റെ ഗാർഡ് റെയിൽസ്, അവിടെയുള്ള വർക്കേഴ്സ്, എത്ര ഏരിയ സ്കെഫോൾഡ്, എത്ര സ്പ്രെഡ് ഓഫ് വർക്ക് പ്ലേസ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അയാൾക്ക് ടിക്ക് ചെയ്ത് പോകാനാണ്. എന്താണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വീട്ടിലെ അമ്മ എന്ത് ചെയ്തു? കടയിലേക്ക് പറഞ്ഞയച്ചു. ഒരുത്തരം ഒരു ചെക്ക് ലിസ്റ്റും ചീട്ടൊന്നും എഴുതാണ്ട് കയറിപ്പോയി. തിരിച്ച് സാധനങ്ങൾ മേടിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് വേണ്ട ഒരു സാധനമില്ല. ഇവൻ വെറുതെ കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുക. എന്തോ ബിക്കോസ് ഓഫ് അവനക്ക് അറിയൂല, മറന്നുപോയി. ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ്? മറന്നു വിട്ടു പോകൂല. There will not എന്താ പറയാ ലെഫ്റ്റ് ബിഹൈൻഡ്, ഒരു സാധനവും ബാക്കി വെക്കൂല. എല്ലാം കൃത്യമായിട്ട് വളരെ അക്യൂറസി, കൺസിസ്റ്റൻസി അപ്രോച്ച് നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പൊ ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഹസാർഡ്സുകളെ വിട്ടുപോകാൻ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യണം. ചെക്ക് ലിസ്റ്റ് പല ടൈപ്പ് ഉണ്ടല്ലോ.
ഇപ്പോൾ ഉദാഹരണത്തിന് വർക്ക് അറ്റ് ഹൈറ്റിന്റെ തന്നെ സെപ്പറേറ്റ് ചെക്ക് ലിസ്റ്റ് വരും, ഫയറിന്റെ ആണെങ്കിൽ ഫയർ സേഫ്റ്റിയുടെ ചെക്ക് ലിസ്റ്റ് വരും, കെമിക്കലിന്റെ ആണെങ്കിൽ കെമിക്കൽ സേഫ്റ്റിയുടെ ചെക്ക് ലിസ്റ്റ് വരും, ട്രാൻസ്പോർട്ടേഷനാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ ചെക്ക് ലിസ്റ്റ് വരും, മാനുവൽ ഹാൻഡ്ലിങ്ങിന് മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ അങ്ങനെ ഏതാണോ വിഷയം അതിന്റെ ചെക്ക് ലിസ്റ്റ് വരും, ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക്കിന്റെ ചെക്ക് ലിസ്റ്റ് വരും, അതിന്റെ പാർക്കിംഗ് ലൈറ്റ്, അതിന്റെ ഡിമ്മ് ബ്രൈറ്റ്, മറ്റേത് മറിച്ചതൊക്കെ വരും, സ്പീഡൊക്കെ വരും. ചുരുക്കത്തിൽ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊന്നുമില്ലടാ. എന്താണോ വിഷയം അതുമായി ബന്ധപ്പെട്ട കുറെ പോയിന്റുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ അത് നോക്കി. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോണിറ്റർ ചെയ്യാൻ വരുന്ന ഇൻസ്പെക്ടർ വന്നിങ്ങനെ നോക്കുമ്പോൾ അത് മാത്രമേ നോക്കുള്ളൂ, ഇതിനപ്പുറത്തേക്കുള്ളൊരു പോയിന്റ് നോക്കൂല. അതതിൻ്റെ ഒരു ഡിഫക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് മാത്രം നോക്കും, ഇത് ഉറപ്പായിട്ട് നോക്കിയിരിക്കും, എന്നിട്ട് നോക്കിയിട്ട് വാല്യൂ ചെയ്യും. ഇതൊക്കെ ഇതൊക്കെയല്ല, ഇതൊക്കെയാണ്. ഓക്കെ, അങ്ങനെ അയാൾ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് അയാളെ ഇൻസ്പെക്ഷനും മോണിറ്ററിങ് കഴിഞ്ഞ ലാസ്റ്റ് അയാൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആക്ഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആക്ഷൻ പ്ലാൻ ഫോർ പ്രോബ്ലംസ് ഫൗണ്ട്. അയാൾ കാണുന്ന പ്രശ്നം എഴുതാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, ആദ്യം എന്താണ്? ഒന്ന് റെക്കമെൻഡഡ് ആക്ഷൻ. എന്താണ് റെക്കമെൻഡഡ് ആക്ഷൻ? ചിലപ്പോൾ എന്തായിരിക്കും? പ്രൊവൈഡ് വർക്ക് അറ്റ് ഹൈറ്റ് ട്രെയിനിങ് ആയിരിക്കും. പ്രൊവൈഡ് വർക്ക് അറ്റ് ഹൈറ്റ് ട്രെയിനിങ്. ഇതാണ് എന്ത്? റെക്കമെൻഡേഷൻ. അതിന്റെ പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി മീഡിയം ആണോ, ഹൈ ആണോ, ലോ ആണോ? വർക്ക് അറ്റ് ഹൈറ്റ് ആണ് ഉറപ്പായിട്ട് ഹൈ ആണ് നമ്മൾ എഴുതി, ഹൈ. ടൈം സ്കെയിൽ എത്ര ടൈം കൊണ്ട് ചെയ്യണം? 3 days. റെസ്പോൺസിബിൾ പേഴ്സൺ. ആരാണ് റെസ്പോൺസിബിൾ പേഴ്സൺ? സേഫ്റ്റി ഓഫീസർ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, റെക്കമെൻഡ് ആക്ഷൻ. ഇങ്ങനെ നമ്പർ ഇട്ട് റെക്കമെൻഡഡ് ആക്ഷൻ. എന്തിനെ ബേസ് ചെയ്തിട്ട്? ഇയാള് ചെക്ക് ചെയ്ത ഇൻസ്പെക്ഷനെ ബേസ് ചെയ്തിട്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇറ്റ്സ് ക്വൈറ്റ് ഈസി, റൈറ്റ്? ഓക്കെ, അപ്പോ ആക്റ്റീവ് മോണിറ്ററിങ് കഴിയാണ് കേട്ടോ. ആക്റ്റീവ് മോണിറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂടാ. ആക്സിഡൻസ് ഉണ്ടാകണേന് മുമ്പ് അത് വരാതിരിക്കാനുള്ള സകലമാന കൺട്രോൾ മെഷേഴ്സ് എടുത്തു വെക്കാം. ആക്സിഡന്റ് വരൂല എന്ന് ശുഭാപ്തി വിശ്വാസം നമുക്ക് നടക്കാൻ പറ്റും, കിടന്നുറങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ പല ടൈപ്പ് മോണിറ്ററിങ് ഉണ്ട്. ഇൻസ്പെക്ഷനിലൂടെ, സാമ്പിളിങ്ങിലൂടെ, ടൂറിലൂടെ ഒക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ഇങ്ങനെ ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാം. ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ തീരുമാനിക്കുമ്പോൾ അതിനെന്തെല്ലാം എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് വേണം. ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചോ കുറേ സാധനങ്ങൾ വേണ്ടേ എന്ന് പറഞ്ഞ മാതിരി ആക്റ്റീവ് മോണിറ്ററിങ്ങിന് എന്തൊക്കെ അറേഞ്ച്മെന്റ് വേണം? ആദ്യം നമ്മൾ ഏത് ടൈപ്പ് മോണിറ്ററിംഗ് ആണ് തീരുമാനിക്കും. പിന്നെ എത്ര തവണ ചെയ്യണം തീരുമാനിക്കും. തവണ ചെയ്യുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെ അലോക്കേറ്റ് ചെയ്യണം നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് അത് മോണിറ്റർ ചെയ്യുന്ന ആളെ തീരുമാനിക്കും. പിന്നെ അയാൾക്ക് ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ആ ചെക്ക് ലിസ്റ്റ് വെച്ച് അയാൾ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ആക്ഷൻ പ്ലാനിൽ സാധനങ്ങൾ എഴുതി നമുക്ക് തരും. ഇതാണ് അറേഞ്ച്മെന്റ്സ്. ആക്റ്റീവ് മോണിറ്ററിംഗ് കഴിഞ്ഞു. ഇത്രയുള്ള ആക്റ്റീവ് മോണിറ്ററിംഗ്, റൈറ്റ്? അപ്പൊ ചുരുക്കത്തിൽ ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ വരേണ്ടത് എന്താണ്? ഒറ്റ വാക്കാണ്, ബിഫോർ. ടൂർണമെന്റ് കളിക്കാൻ പോണേലും മുമ്പ് നീ ഓപ്പണിംഗ് ഇറങ്ങിയാൽ മതിട്ടാ, അവൻ ഇറക്കണ്ട കേട്ടാ, മറ്റവരെ ഇതാക്കിയാൽ മതിട്ടാ, അതാണ്ടൊക്കെ പറഞ്ഞ സാധനമാണ്. ടോസ് കിട്ടിയാ ബാറ്റിംഗ് എടുക്കണ്ട, ബോളിംഗ് എടുത്താൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനമല്ല ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പറയുന്നത്. അങ്ങനെ പൊട്ടി 8 നില പൊട്ടി പവനായി ശവമായി വന്നിരിക്കുകയാണ്. അങ്ങനെ പാടത്ത് വന്ന് കുത്തിരിക്കുമ്പോൾ ആടിക്ക് കയ്യും കൊടുത്തിട്ട് പറയണ്, നീ ആ പുലിവാല് ഫസ്റ്റ് ഓവർ തന്നെ ക്യാച്ച് എടുപ്പ് കുറെ വൈഡ് എറിഞ്ഞ് വൃത്തിയായിട്ടോ തൂറ്റക്കാടി, അതുകൊണ്ട് കളി പൊട്ടി എന്ന് പറയലാണ് എന്ത്? റിയാക്റ്റീവ്. അപ്പൊ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിയാക്ഷൻ ആണ്. ആക്റ്റീവിന്റെ മറ്റൊരു പേര് പ്രൊആക്റ്റീവ് എന്നാണ്. പ്രൊആക്റ്റീവ് ശരിക്കും ഭയങ്കര ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാം. റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഏതെങ്കിലും രോഗികളെ പാടില്ലാണ്ട് കിടക്കണവരെടുത്ത് പോയിട്ട് സന്ദർശിക്കാൻ പോലാണ് റിയാക്റ്റീവ്. നേരെ ഒരാൾ പാടില്ലാണ്ട് കിടക്കുന്നത് വലിയ ആളായിട്ട് രോഗിനെ സന്ദർശിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിളും മേടിച്ച് പോവും. ആപ്പിളും മുന്തിരി ഓറഞ്ചൊക്കെ മേടിച്ച് അവിടെ കൊണ്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ടൊരു നിപ്പുണ്ട് എൻ്റെ പൊന്ന്, എന്താ ചെയ്യല, ഒന്നും പറയണ്ട. നമ്മുടെ ഉള്ളിൽ നിന്ന് പോണ വൈബ് തന്നെ മതി രോഗി അടിച്ചു പോകാൻ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരിക്കും കിടക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ ഇങ്ങനെ നോക്കി നിന്നിട്ട്, നമ്മളല്ലട്ടാ, നമ്മളൊക്കെ വീട്ടിലത്തെ ഈ പറഞ്ഞ മാതിരി അപ്പുറത്തൊക്കെ എളിയമ്മമാരും മറ്റവരൊക്കെ ഉണ്ടല്ലോ, ഈ ടീമുള്ള സ്ഥിരം പരിപാടി ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയും, എന്ത് കഷ്ടമുള്ളേ, ഒന്നുമില്ല, സാരില്ല, വിഷമിക്കേണ്ട, ഇതേ അസുഖം പിടിപെട്ടിട്ടാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസേ 1 മാസം മുമ്പ് മറ്റേ ചേച്ചി മരിച്ചുപോയി, 3ന്റെ അന്ന് മരിച്ചുപോയി. എന്താ ചെയ്യാൻ മനുഷ്യന്മാരൊരു കാര്യം. ഇതും കൂടെ പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇയാൾ ഇറങ്ങിപ്പോയി അടുത്തൊരു 3 ദിവസം കഴിയുമ്പോഴേക്കും മരണമണി ഇവിടെ കേൾക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയും, കൊണ്ടുവന്ന ആപ്പിളിലും ഓറഞ്ചിലും മുഴുവൻ വിഷമുണ്ട. വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, ഈ നെഗറ്റിവിറ്റിയുടെ വിഷം, മനസ്സിലായില്ലേ? മരുന്നടിച്ചിട്ടുള്ള വിഷമല്ല,
നമ്മുടെ ഉള്ളിൽ നിന്ന് പോണ വിഷം ഉണ്ടല്ലോ. പിള്ളേരുകളെ ആകെപ്പാടെ ചെലവില്ലാത്തൊരു കാര്യമുണ്ട് നമുക്ക്. ആരെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും? ഏത് കിടപ്പിലായിട്ടുള്ള ആളെ എണീപ്പിച്ച് നടത്തി പറത്തി വിടാൻ പറ്റും. അതിന് ചിലപ്പോൾ നമ്മുടെ ഒരൊറ്റ വാക്ക് മതിയാവും. അതിന് വല്ല പൈസ ചെലവുണ്ട് പൊന്നാര ബൈ, അതിന് വല്ല കാശ് വേണം. ഒരാളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഒരു തേങ്ങിലാ കയറിപ്പോ ഒരാളെ പെടക്കും പൊളിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്ത് 4 തട്ടും തട്ടാൻ വല്ല 10 പൈസയുടെ ചെലവുണ്ടാ? ഇതാകെ ഫെയിലിയറിനെ മെഷർ ചെയ്യുക. എന്നിട്ട് എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കാണാം. പൊന്നാര ചങ്ങായി രക്ഷപ്പെടൂലട്ടാ, ഒരിക്കലും രക്ഷപ്പെടൂല. എന്തെന്ന് പറയണെങ്കിൽ ഞാൻ ബോഷ് എങ്ങനെയെങ്കിലും തോക്കാണ്ടിരിക്കണം എന്ന് പറയണോ, രക്ഷപ്പെടൂല. കാരണം കൊരങ്ങനെ പറ്റി ചിന്തിക്കരുത്. പച്ച കളർ കൊരങ്ങനെ പറ്റി ചിന്തിക്കരുത്. പച്ച കളർ കൊരങ്ങൻ നിങ്ങളുടെ ഫാനിന്റെ ലീഫും കിടന്ന് ആടണത് ഒരിക്കലും ചിന്തിക്കരുത് എന്ന് ഞാൻ പറയും. ഇപ്പൊ എന്താടാ സംഭവിച്ചത്? ഇത്രയും നേരം പച്ച കളറുമില്ല, കൊരങ്ങനുമില്ല, ഫാനുമില്ല, ഒന്നുമില്ലാത്ത നമ്മൾ ഉള്ളിൽ ഇത് വന്നെങ്കിൽ ഡെഫിനറ്റ്ലി ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? വിഷ്വല് വന്ന് കഴിഞ്ഞു. തോൽക്കരുത് എന്നല്ല പറയേണ്ടത്. നെബോഷ് പാസ്സായിട്ട് അടങ്ങു വെട്ടിടൂ എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണേന്ന്. കഴിഞ്ഞ 5-8 കൊല്ലങ്ങളിൽ 1000കണക്കിന് 2000കണക്കിന് 3000കണക്കിന് പിള്ളേരുകളെ നെബോഷ് ഇതിങ്ങനെ ഡിങ്കർ എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കി പറത്തി വിട്ടിട്ടുണ്ട്. ആ കോൺഫിഡൻസിൽ പറഞ്ഞ അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമല്ല, ക്ലാസ് മാത്രമല്ല, നമ്മൾ ആ കൊടുക്കുന്ന വൈബ് ഉണ്ടല്ല. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങളുടെ ഹൃദയത്തിൽ ബും 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 എന്നും പറഞ്ഞിട്ട് കയറും. യാതൊരു സംശയമില്ല, കയറി. ഇറ്റ്സ് ബിക്കോസ് ഐ എം പാസിംഗ് എൻ എനർജി ടു. ഞാനൊരു എനർജിയാണ് പാസ് ചെയ്യണത്. റൈറ്റ്? ഐ എം നോട്ട് ടേക്കിംഗ് ദ ക്ലാസ്. ഞാൻ വെറുതെ ഒന്ന് ലെക്ചർ ചെയ്യുക. ഓ നോ വി ആർ ഡിസ്കസിങ്, നമ്മൾ ഇന്നലെ പഠിച്ചത് ഒരു തേങ്ങില്ല എന്ന്. ഇത് എത്ര ഉള്ളോ? അപ്പൊ എന്താ സംബന്ധിച്ച് ഈ ഒരു എനർജി, ഈ ഒരു ബോധം, ഒരു കോൺഷ്യസ്നെസ് നമ്മൾക്ക് എത്തുന്നതോടുകൂടി നമ്മളെ ശരീരത്തിലുള്ള 100 ട്രില്യൺ സെല്ലുകൾ ഉണരാൻ തുടങ്ങും. ഉണർന്നിട്ട് അങ്ങോട്ട് പറക്കാൻ തുടങ്ങും. ആ ഫീലിലാണ് നമ്മൾ എക്സാം എഴുതി പൊളിക്കേണ്ടത്. അപ്പോ നമ്മളിവിടെ പറഞ്ഞത് റിയാക്റ്റീവ് മോണിറ്ററിംഗ് ആണ്. റിയാക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സംഭവം തൊട്ടെന്നറിയോ? ആഫ്റ്റർ ഹാപ്പനിങ് ആക്സിഡന്റ് സംഭവിച്ചു എന്നിട്ട് ആടിക്ക് കൈ കൊടുത്തിരിക്കല്ല ഇവിടെ ചെയ്യണത്. പഠിക്കണം, വിഷയത്തെ നമ്മൾ പഠിക്കുന്നു. എന്തുകൊണ്ട് ഇതുണ്ടായി? 2 കാര്യങ്ങളാണ്. ആക്റ്റീവ് മോണിറ്ററിംഗ്, റിയാക്റ്റീവ് മോണിറ്ററിംഗിൽ മെഷറിംഗ് എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ഫെയിലിയേഴ്സിനെയാണ് മെഷർ ചെയ്യുന്നത്. മാത്രമല്ല ഇറ്റ് ഹാസ് തിങ്സ് ഓൾറെഡി ഗോൺ റോങ് ആയി സംഭവിച്ചത് എന്താണ് എന്ന് ഫെയിലിയറിനെ മെഷർ ചെയ്യുന്നതാണ് റിയാക്റ്റീവ് മെഷർ. അപ്പൊ ഫെയിലിയറിനെ മെഷർ ചെയ്യണമെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടായിട്ടുണ്ടാവണം? There should have നെഗറ്റീവ് ഇൻസിഡൻസ്, ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ടാവണം, ഇൽ ഹെൽത്ത് ഉണ്ടായിട്ടുണ്ടാവണം, നിയർ മിസ് ഉണ്ടായിട്ടുണ്ടാവണം, ആബ്സെന്റീസ് ഉണ്ടായിട്ടുണ്ടാവണം, സിക്നസ് ഉണ്ടായിട്ടുണ്ടാവണം. ഇനി എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. അതെന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കാരണം കിട്ടും. ഇനി അത് ഉണ്ടാവാതിരിക്കാനുള്ള പണി നോക്കാം. ഇനി അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ലേൺ ദ ലെസൺ ഫ്രം ദ പാസ്റ്റ്. റൈറ്റ്? ലേൺ ദ ലെസൺ ലേൺ. ഒന്നാമത്തെ പോയിന്റ് ആണ് ലെസൺ ലേൺ. അതിൽ നിന്നൊരു പാഠം പഠിക്കുന്നു. ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ വീണു, ഒരാൾക്ക് പരിക്ക് പറ്റി, അതിനുള്ള പാഠം തൊട്ടാ ഇനി ആ കുഴി ഉണ്ടാവരുത്. ഒരിക്കലും ഒരാൾ വീഴാനും പാടില്ല, ഇമ്മീഡിയറ്റ്ലി അടച്ചോളണം. ഇതാണ് ലെസൺ ലേൺ. ഇതാ കുഴിയിൽ ഒരാൾ വീണല്ലേ ഉള്ളൂ, പരിക്ക് പറ്റുള്ളൂ. അടുത്ത ആൾ വീഴല്ല, പരിക്കും പറ്റില്ല, ആള് ഡെഡായി മരിച്ചുപോയി. എന്നിട്ടും ആ കുഴി അടച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയാ ബൈ. സോ ലെസൺ ലേൺ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലൊരു ഓർഗനൈസേഷനാണ്. റിയാക്റ്റീവ് മോണിറ്ററിംഗിന്റെ മറ്റൊരു പേരാണ് ലാഗിങ് ഇൻഡിക്കേറ്റർ. മറ്റേത് ലീഡിങ് ഇൻഡിക്കേറ്റർ, ഇത് ലാഗിങ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ലെസൺ ലേൺഡ് ഫ്രം പ്രീവിയസ് ഇൻസിഡന്റ്. മറ്റൊരു മെത്തേഡ്, വി ക്യാൻ കളക്ട് ദ ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ. എന്തൊക്കെ ഡാറ്റ ഉണ്ട്? ആക്സിഡന്റ് ഡാറ്റ ഉണ്ട്, സിക്നസ് റെക്കോർഡ്സ് ഉണ്ട്, ആബ്സെന്റീസം റെക്കോർഡ്സ് ഉണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, മെയിൻ്റനൻസ് റെക്കോർഡ്സ് ഉണ്ട്, സേഫ്റ്റി കമ്മിറ്റി മിനിറ്റ്സ് ഉണ്ട്. എന്തെല്ലാം ഇന്റേണൽ റെക്കോർഡ്സ് ഉണ്ടോ അതെല്ലാം കളക്ട് ചെയ്തിട്ട് അതിന് ഓരോന്നിനെയും കുലങ്കുശമായി പഠിച്ച് എന്തുകൊണ്ട് അതുണ്ടായി, ഇനി അതില്ലാതിരിക്കാനുള്ള പരിപാടികൾ നോക്കുക. അതാണ് റിയാക്റ്റീവ് മെഷർ. അപ്പൊ ഈ ഒരു റിയാക്റ്റീവ് മോണിറ്ററിംഗ് മെഷർ വഴി നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ഇനി അങ്ങനെ ഒരു ആക്സിഡന്റ് വരാതെ ഇനി ഉണ്ടാവൂല. മതിയല്ലോ, ഇപ്പൊ സംഭവിച്ചു ഇനി ഉണ്ടാവൂല അല്ലേ? അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയില്ലാതെ ഇപ്പൊ മൊബൈല് ഭയങ്കര ചൂടായി ഇങ്ങനെ പിടിക്കല്ലേ, ഒരു കുട്ടി കണ്ടു, പൊട്ടിത്തെറിച്ചു, കുട്ടി മരിച്ചു. ഇനി അതൊരിക്കലും ഒരാൾക്കുണ്ടാവരുതെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയണത്, ഒരാൾക്കുണ്ടാവരുതെന്ന്.
അപ്പൊ അതിനുള്ള മെഷേഴ്സ് ആണ് പാരന്റ്സ് ആയ ഓരോരുത്തരും കൈക്കൊള്ളേണ്ടത്, റൈറ്റ്? സോ റിയാക്റ്റീവ് മെഷർ അങ്ങനെയാണ്, ഫെയിലിയറിനെ റോങ് ആയ കാര്യത്തിനെ പറ്റി പഠിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്സിഡന്റ് ഇൻസിഡന്റ് റേഷ്യോ കണക്കാക്കണം. എന്താണ് ആക്സിഡന്റ് ഇൻസിഡന്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആക്സിഡന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. ഇതാണ് ആക്സിഡന്റ് ഇൻസിഡന്റ് റേഷ്യോ. എത്ര ആക്സിഡന്റ് ഉണ്ടായി ഡിവൈഡഡ് ബൈ എത്ര വർക്കിംഗ് അവേഴ്സ് ഉണ്ടായി. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആക്സിഡന്റ് ഇൻസിഡന്റ് റേഷ്യോ കിട്ടും. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഇത്രടാ പറഞ്ഞോളൂ. വെരി സിമ്പിൾ. 2 കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞോളൂ. ഒന്ന് ആക്റ്റീവ് മോണിറ്ററിങ്, മറ്റൊന്ന് റിയാക്റ്റീവ് മോണിറ്ററിങ്. ക്ലിയർ? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബിഫോർ ഹാപ്പനിങ് ആക്സിഡന്റ്, റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഹാപ്പനിങ് ആക്സിഡന്റ് ടേക്കിംഗ് ഓൾ കൺട്രോൾ മെഷർ. എന്താണ് മോണിറ്ററിങ്? എൻഷുറിംഗ് ദ ഇഫക്റ്റീവ്നെസ്. ഒരു സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് മോണിറ്ററിങ്. അത് ആക്റ്റീവ് ഉണ്ട്, റിയാക്റ്റീവ് ഉണ്ട്. ഇതൊരു ഇവാലുവേഷൻ ആണ്. സേഫ്റ്റി പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് ആക്റ്റീവ് മോണിറ്ററിംഗ്, റിയാക്റ്റീവ്. അപ്പൊ ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഫ്രണ്ട്സ് അപ്പൊ ഇതിൽ ഇത്ര ഉള്ളോട്ട സംഭവം നമ്മളുടെ എലമെന്റ് 4 ലാസ്റ്റ് എലമെന്റിന്റെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിരിക്കണ്ട. ആക്റ്റീവ് മോണിറ്ററിംഗ്, റിയാക്റ്റീവ് മോണിറ്ററിംഗ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണ ഏരിയ ഉണ്ടാ. അപ്പൊ പെടക്കണോട്ടാ, പെടച്ച് പൊളിച്ച് പൊരിക്കണോട്ടാ. സോ ഓൾ ദ ബെസ്റ്റ്.